കിച്ചൺ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ? ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡയറക്റ്റ് കിച്ചണിലോട്ട് ഇങ്ങ് പോന്നു. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മഹാരാഷ്ട്രീയൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാന്ത പോഹ. അതായത് കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണിയൻ അല്ലെങ്കിൽ സവാള, പോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ. നമ്മുടെ നാട്ടില് കേരളത്തില് അവൽ കൊണ്ട് നമ്മൾ കുറേയേറെ റെസിപ്പീസുകൾ ഉണ്ടാക്കാറുണ്ട്. നോർത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്രയേറെ റെസിപ്പികളൊന്നും അവൽ കൊണ്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ അവരുടെ വൺ ഓഫ് ദ മെയിൻ ഫേവറേറ്റ് റെസിപ്പിയാണ് കാന്ത പോഹ. അപ്പം മഹാരാഷ്ട്രീയൻസിന് അല്ലെങ്കിൽ മുംബൈക്കാർക്കിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാന്ത പോഹ. വളരെ ഈസി, ഹെൽത്തി, സിമ്പിൾ ആയിട്ടുള്ള കാന്ത പോഹ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമാണ്. അപ്പം അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. അപ്പം നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന് മഹാരാഷ്ട്രീയൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാന്ത പോഹ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഹേ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് ടു മേക്ക് Maharashtra's one of the most favorite breakfast recipe Kanda Poha, onion poha. So let's try how to make. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ, വ്യൂസ്, സബ്സ്ക്രിപ്ഷൻസ് ആണ് ആവശ്യം. സബ്സ്ക്രൈബ് ബട്ടൺ, റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കൂടി വരും. അതുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഹേ ഫ്രണ്ട്സ്, ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ്ഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. കാന്ത പോഹ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവല്. നമുക്ക് വേണ്ട അവല് കുറച്ച് കട്ടിയുള്ളത്, അല്ലെങ്കിൽ മീഡിയം കട്ടിയുള്ളത്, അല്ലെങ്കിൽ അല്പം നല്ല തിക്കായിട്ടുള്ള അവല് വേണം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു ഒത്തിരി നേരം വെക്കുകയോ ഒരുപാട് നേരം കുതിർക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇത് കുഴഞ്ഞു പോകും. അപ്പം കട്ടിയുള്ള അവലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കഴുകണ്ട ഇതൊന്നുണ്ടെങ്കിൽ അല്ലാതെയും എടുക്കാം. പക്ഷേ ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് എടുക്കാം. ഒരു ജാലിയുള്ള കിഴുത്തിയുള്ള ഒരു ബോളോ അല്ലെങ്കിൽ അരിപ്പയുണ്ടല്ലോ, ചെറിയ അരിപ്പയോ ഇതേലത്തെ ജാലിയുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളുടെ ഈ പോഹ അല്ലെങ്കിൽ അവലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് വൺ ടൈം. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പോകട്ടെ. ഇത്രയും കുതിർന്നാൽ മതി. ഈ വെള്ളം കംപ്ലീറ്റ് പോകട്ടെ, വെള്ളത്തിൽ കിടക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ അവല് ഒരു വെള്ളം തോരാൻ വെച്ചു, ഒന്ന് ജസ്റ്റ് നനച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ അവല് പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടിയുള്ള അവലായിരിക്കണം. കട്ടിയില്ലാത്ത അവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാൻ നിൽക്കാതെ, വെള്ളം നമ്മൾ അവല് നനച്ച് കഴിക്കാൻ എടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നനച്ച് വെച്ചാൽ മതി. ജസ്റ്റ് ശകലം വെള്ളം നനച്ച് വെച്ചിട്ട്. കാരണം ഇത് ഇങ്ങനെ ഇരിക്കണം, സെപ്പറേറ്റ് ആയിട്ട്. ഒന്ന് നനവുണ്ടായിരിക്കണം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ സെപ്പറേറ്റ് ആ സ്പ്രിങ്കിളായിട്ട് കിടക്കണം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു കടായി. അത് ചൂടായി നല്ലതുപോലെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരൽപ്പം കപ്പലണ്ടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, മൂഫലി. ഓക്കെ, ഒരു 2-3 ടേബിൾ സ്പൂൺ മൂഫലി മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയില്ലാതെയും നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം, ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ റോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരൽപ്പം എണ്ണ ഒഴിച്ചു. നിങ്ങൾക്ക് എണ്ണ കഴിക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണയില്ലാതെയും റോസ്റ്റ് ചെയ്യാം. ഇത് ഒരു 4 to 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്നിങ്ങനെ വറുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കപ്പലണ്ടി ഇവിടെ, പീനട്ട്സ് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ആ പാൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കിടക്കുവാണ്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇതിലോട്ട് നമുക്കൊരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു 2-3 ഗ്രീൻ ചില്ലി, പച്ചമുളക് കൊത്തിയരിഞ്ഞത്. ഒന്ന് വഴട്ടുക. സവാള ഇവിടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വഴട്ടാവും. പറയാൻ വിട്ടുപോയി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരുപാട് വേണ്ട. എത്രയും പോഹയുണ്ടോ, എത്രയും അവലുണ്ടോ അതനുസരിച്ച് ഇടുക കേട്ടോ. ഒരു നുള്ളു കായപ്പൊടി. കായപ്പൊടി ഇടുമ്പോൾ ഓപ്ഷണലാണ്. ചിലരെ ഇടാറുള്ളൂ, ചിലർ ഇടാറില്ല. ഒരു നുള്ള്, ഒരുപാട് ഇടരുത് കേട്ടോ. മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറണം വരെ 1 മിനിറ്റ് ഒന്ന് വഴട്ടുക. മഞ്ഞളിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇതിനകത്തോട്ട് നമുക്ക്
1 സ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ അത്രയും മതി, ഒരുപാട് വേണ്ട. ഷുഗർ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. പക്ഷേ ഈ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒറിജിനൽ കാന്താ പോഹയുടെ ടേസ്റ്റ് വരിക. ചിലർ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്, ചിലർ ഷുഗർ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഷുഗർ ഒട്ടും കഴിക്കാൻ പറ്റാത്തില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഈ അവല് നനച്ച് വെച്ചിരിക്കണം. വേണ്ട, ഇതിപ്പോഴും നനഞ്ഞിട്ടുണ്ട്, പക്ഷേ കട്ട കെട്ടിയിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടിരിക്കുക. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇതിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ചിലർ ഒരു 1-2 സ്പൂൺ തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഒറിജിനൽ കാന്താ റെസിപ്പിയിലൊന്നും ചിലർ ആഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ കാന്താ പോഹ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 1-2 സ്പൂൺ ഈ കപ്പലണ്ടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി അല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് വേണേലും ആഡ് ചെയ്യാം കേട്ടോ. കപ്പലണ്ടി തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ പീനട്ട് അല്ലെങ്കിൽ മൂപ്പലി നമ്മളുടെ കപ്പലണ്ടി തൊലിയോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി. 2 to 3 മിനിറ്റ് ഒന്ന് വളരെ ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. 2 to 3 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി നല്ല സ്പ്രിങ്കിളായിട്ട് കിടക്കുകയല്ലേ, ഇങ്ങനെ കിടക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് പുളിപ്പ് ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് കുറച്ച് ഫ്രഷ് കോറിയന്തർ ലീവ്സ്, മല്ലിയില. നാട്ടിലൊക്കെ ആകുമ്പോൾ മല്ലിയിലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങും. പക്ഷെ നമുക്ക് ഇവിടെ ആകുമ്പോൾ ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വെക്കാൻ പറ്റത്തില്ല. കോറിയന്തർ ലീവ്സ് ഒരൽപ്പം ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ കുറച്ച് തന്നെ വെക്കണം, ഫ്ലെയിം കൂട്ടി വെക്കണം. ഒന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ക്ലോസ് ചെയ്യുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം ചൂടോടെ. അപ്പോൾ നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള നമ്മളുടെ ഹെൽത്തി മഹാരാഷ്ട്രീയൻ മുംബൈ സ്റ്റൈൽ കാന്താ പോഹ ഈസ് റെഡി. നോക്കിക്കേ, എന്നാ ടേസ്റ്റി ആണെന്നറിയാമോ? ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇറ്റ്സ് സോ ഹെൽത്തി ആൻഡ് എമിലേഷ്യസ്. ഞാൻ അവല് ഉപ്പുമാവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ചെറിയ മധുരവും സ്ലൈറ്റ്ലി ഒരു പുളിപ്പ് പോലെ ചെറുതായിട്ട് ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. ആ ഉപ്പുമാവ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം പോലെ തന്നെ നമ്മൾ അതിൽ മഞ്ഞൾ ആഡ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കമൻസ് ബോക്സിൽ കൂടെ. Thank you so much for watching. Keep watching, keep sharing, keep subscribing. Hope you all loved today's very easy, tasty Maharashtrian style Kanda Poha. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.